ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഞങ്ങൾ താമസിക്കുന്ന ലൂക്കസിലെ ഒരു പബ്ലിക് സ്കൂളാണ്. ഇവിടെ സ്കൂൾ ലൈഫ് എങ്ങനെയുണ്ടെന്നും ഇവിടുത്തെ പിള്ളേരുടെ സ്കൂൾ വിദ്യാഭ്യാസം എങ്ങനെയുണ്ടെന്നും നമുക്ക് ഈ കാഴ്ചകളിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതെല്ലാം ഓരോരോ ക്ലാസ് മുറികളാണ്. നമ്മുടെ നാടുകളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായൊരു പബ്ലിക് സ്കൂളാണിത്. ഈ സ്കൂളിൽ ദൂരെ നിന്ന് വരുന്ന കുട്ടികൾക്ക് പോലും ബസ് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഇവിടുത്തെ സ്കൂൾ അധികൃതർ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും മികച്ചൊരു സ്കൂൾ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ സ്പോർട്സ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടും എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്കൂൾ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ എല്ലാം നടന്ന് ചിത്രീകരിക്കുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട് ടിജുവിൻ്റെ കുട്ടിയെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടേക്ക് കടന്നു വരാനും അതുപോലെ തന്നെ കുറച്ച് വീഡിയോസും എടുക്കാനും സാധിച്ചത്. ടീച്ചേട്ടാ, പൊതുവെ യു കെയിലെ സ്കൂളും ഇവിടുത്തെ സ്കൂളും തമ്മിലൊരു വ്യത്യാസം എന്താ തോന്നിയത്? യു കെയിലെ സ്കൂളും ഇവിടുത്തെ സ്കൂളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പബ്ലിക് സ്കൂളാണ് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്നത്. പബ്ലിക് സ്കൂളിൽ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് വിലയിരുത്തൽ. ഇന്നിപ്പോൾ ഞങ്ങളുടെ കൊച്ചിൻ്റെ ഒരു മീറ്റിങ്ങിന് വിളിച്ചേക്കുമായിരുന്നു അവർ ടീച്ചർ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി തിരിച്ചു പോകും. സെയിം തന്നെയാണ്. എഡ്യൂക്കേഷൻ ലെവൽ അങ്ങനെ മോശമൊന്നുമല്ല. ഇവിടെ ഞങ്ങൾ പബ്ലിക് സ്കൂളിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പബ്ലിക് സ്കൂൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ടീച്ചിങ് ആണെന്നാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇതിൽ തോന്നിയത്. നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് യു കെയിലായിരുന്നപ്പോഴും ബുക്ക് വീക്കിലി വൺസ് ആയിരുന്നു തരുള്ളായിരുന്നു. ഇവിടെ ഡെയിലി ബുക്ക് തന്നു വിടുന്നുണ്ട് വായിക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം അവനത് പിക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സൊന്നും ആയില്ല, അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നമല്ലാതെ ഫുള്ളി ഹാപ്പിയാണ്. ചേട്ടാ, മറ്റെന്തൊക്കെ വ്യത്യാസങ്ങൾ തോന്നിയായിരുന്നു? സ്കൂൾ ടൈമിങ് ഏകദേശം യു കെയും ഇവിടെയും സെയിം തന്നെയാണ്. ആകെപ്പാടെ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യു കെയിലാണെങ്കിൽ അപ് ടു 3rd സ്റ്റാൻഡേർഡ് വരെ നമുക്ക് ഫുഡ് വേണ്ടായിരുന്നു, കൊടുത്തു വിടണ്ടായിരുന്നു. ഇവിടുത്തെ കേസിൽ നമ്മൾ ഫുഡ് കൊടുത്തു വിടണം. അത് 3 ടൈപ്പ് ഫുഡാണ് അവർ പറയണത്. ഫ്രൂട്ട്സ് ഉണ്ടാകണം, ബിസ്ക്കറ്റ്, പിന്നെ എന്തെങ്കിലും മെയിനായിട്ട്. അപ്പോൾ 3 ഇൻ്റർവെലാണ് അവർക്ക്. പ്രിപ്പിലാണ് ഇപ്പോൾ എൻ്റെ കൊച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിൽ 3 ബ്രേക്ക് ഉണ്ട്. അപ്പോൾ 3 ബ്രേക്കിനുള്ള 3 ഫുഡാണ് കൊടുത്തു വിടുന്നത് നമ്മൾ. അത് ഒന്നെങ്കിൽ ഒരു പാൻ കേക്ക്, പിന്നെ ഒരു ഫ്രൂട്ട്സ്, പിന്നെ ബിസ്ക്കറ്റ്, ഇതൊക്കെയാണ് നോർമലി നമ്മൾ കൊടുത്തു വിടുന്നത്. യു കെയിലായിരുന്നപ്പോൾ അത് വേണ്ടായിരുന്നു, നമുക്ക് ഫ്രീ ആയിരുന്നു. ഇവിടെ ഫ്രീ അല്ല, ഫുഡ് ഫ്രീ അല്ല.